നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സമർപ്പിച്ചത് 11,154 നാമനിർദ്ദേശ പത്രികകൾ. ഇവയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നാളെ വൈകിട്ട് 3 മണിവരെ പത്രിക പിൻവലിക്കാം. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ച വിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചൊവ്വല്ലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബ്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരളത്തിന്റെ കായിക താരങ്ങൾ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു. കേരള ടീമിന്റെ പരിശീലനം നടന്നത് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ. വാർത്തകൾ വിശദമായി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ തൃശൂർ വടൂക്കര കറുകപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ 58 വയസ്സുള്ള ഷീബ, മകൻ 28 വയസ്സുള്ള സുഹൈൽ, ഓട്ടോ ടാക്സി ഡ്രൈവർ കരിക്കാട് തറയിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ യാത്രക്കാരെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഓട്ടോ ടാക്സി ഡ്രൈവറെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വാഹനത്തിൽ കുടുങ്ങിയ ഷാഫിയെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഞായറാഴ്ച രാവിലെ 6 മണിയോടെ അക്കിക്കാവ് നോങ്ങല്ലൂർ ക്ഷേത്രം റോഡിന് സമീപത്താണ് അപകടം നടന്നത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും തൃശൂരിലേക്ക് പോയിരുന്ന കാർ ഓട്ടോ ടാക്സിയിലിടിച്ച് സമീപത്തെ പറമ്പിലേക്ക് മറിയുകയായിരുന്നു. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ച വിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ഗുരുവായൂർ ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സമർപ്പണം നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിലവിളക്കിൽ ദീപം പകർന്നു. പ്രതിമയുടെ മസ്തകത്തിൽ കളഭം ചാർത്തി കഴുത്തിൽ നെയിം പ്ലേറ്റ് അണിയിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ശില്പി എളവള്ളി നന്ദൻ തുടങ്ങി നിരവധി പേർ സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായി. 3 വർഷം മുമ്പ് നവീകരണം നടത്തിയ പ്രതിമയ്ക്ക് കേശവനുമായി രൂപസാദൃശ്യമില്ലെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് പുനർനിർമ്മിച്ചത്. പത്മനാഭന്റെ പ്രതിമ നിർമ്മിച്ച ശില്പി നന്ദൻ എളവള്ളിയുടെ നേതൃത്വത്തിൽ 12ഓളം പേർ ചേർന്ന് 4 മാസമെടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരണത്തിന് ചെലവായ 10 ലക്ഷം രൂപ തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ വഴിപാടായി നൽകി. പ്രതിമ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും വഴിപാടുകാരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വല്ലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബിനെയാണ് ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ടെമ്പിൾ SHO G അജയകുമാർ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥികളും ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകളെയുമാണ് ഇയാൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. നിരവധി സ്ത്രീകൾ പരാതിയുമായി എത്തിയതോടെ മേഖലയിലെ 50ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പിന്നീട് മഫ്തിയിൽ മേഖലയിൽ കാത്തിരുന്നാണ് പോലീസ് പ്രതിയെ പിടികൂടുന്നത്. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നാളെ വൈകിട്ട് വരെ പത്രിക പിൻവലിക്കാം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സമർപ്പിച്ചത് 11,154 നാമനിർദ്ദേശ പത്രികകൾ. ഇവയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ജില്ലാ പഞ്ചായത്തിലേക്ക് 30 ഡിവിഷനുകളിലായി 161 പത്രികകളാണ് ലഭിച്ചത്. ഇതിൽ 89 പുരുഷന്മാരും 72 സ്ത്രീകളും ഉൾപ്പെടുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്കു ശേഷം വരണാധികാരിയായ കളക്ടർ മുഴുവൻ പത്രികകളും അംഗീകരിച്ചു. കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിലായി 339 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്.
ഇതിൽ 165 പുരുഷന്മാരും 175 സ്ത്രീകളും ഉൾപ്പെടുന്നു. 7 നഗരസഭകളിലായി 650 പുരുഷന്മാരും 760 സ്ത്രീകളും ഉൾപ്പെടെ 1410 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 1059 സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ 513 പുരുഷന്മാരും 546 സ്ത്രീകളും ഉൾപ്പെടും. 86 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 8185 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3729 പേർ പുരുഷന്മാരും 4456 പേർ സ്ത്രീകളുമാണ്. പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 വരെയാണ്. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിനു ജോൺസന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കുനമുച്ചി സെന്ററിൽ സജ്ജമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KF ഡേവിസ് നിർവഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി MB സന്തോഷ് അധ്യക്ഷനായി. മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ, വാർഡ് സെക്രട്ടറി ഷിബു, സ്ഥാനാർത്ഥി വിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ UP രാജുവും കുടുംബവും അവതരിപ്പിച്ച മാൻഡോലിൻ കച്ചേരി ആസ്വാദകർക്ക് നാദവിസ്മയമൊരുക്കി. രാജുവും ഭാര്യ U നാഗമണിയും മക്കളായ ജയ വിഘ്നേശ്വർ, സുബ്രഹ്മണ്യ രാജു എന്നിവർ ചേർന്ന് അക്ഷരാർത്ഥത്തിൽ സംഗീത കുളിർമഴയാണ് പെയ്യിച്ചത്. ഹിന്ദോള രാഗത്തിൽ ദീക്ഷിതർ കൃതി ഗോവർദ്ധന ഗിരീശം എന്ന കീർത്തനത്തോടെയാണ് കച്ചേരിക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് സ്വാതി തിരുനാൾ കൃതിയായ നരസിംഹ മാമവ, ദേവദേവ ജഗദീശ്വര തുടങ്ങിയ കീർത്തനങ്ങളും അവതരിപ്പിച്ചു. യമുന കല്യാണി രാഗത്തിലുള്ള കൃഷ്ണ നീ ബേഗനെ ബാരോ ആലപിച്ചാണ് നാദവിസ്മയം അവസാനിപ്പിച്ചത്. മാൻഡോലിൻ കച്ചേരി രംഗത്തെ ആദ്യ വനിതയാണ് നാഗമണി. കോട്ടയം G സന്തോഷ് കുമാർ മൃദംഗവും മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടവും വായിച്ച് പക്കമേളം ഒരുക്കി. ഡോക്ടർ NJ നന്ദിനി, മധുരൈ TNS കൃഷ്ണ എന്നിവരുടെ കച്ചേരികളും ആസ്വാദക ഹൃദയം കവർന്നു. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ തിമിര രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ യൂത്ത് മൂവ്മെന്റ് ഓഫീസിൽ നടന്ന സൗജന്യ തിമിര രോഗനിർണയ ക്യാമ്പ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം രമാബാബു, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ, SSYM പ്രസിഡന്റ് CJ ഡേവിഡ്, സെക്രട്ടറി CO ജെയ്സൺ, വൈസ് പ്രസിഡന്റ് CF പോൾ, ട്രഷറർ MV തോമസ് എന്നിവർ സംസാരിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് ഹാളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടന്ന ക്യാമ്പിൽ 125-ലേറെ പേർ പങ്കെടുത്തു. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിച്ച 25 രോഗികൾക്ക് യാത്ര, ഭക്ഷണം എന്നിവ സഹിതം തികച്ചും സൗജന്യമായി ശസ്ത്രക്രിയയ്ക്കായി വ്യാഴാഴ്ച രാവിലെ കൊണ്ടുപോകും. ക്യാമ്പ് കോർഡിനേറ്റർ TR മണികണ്ഠൻ, കൊച്ചിൻ ഐ ഫൗണ്ടേഷനിലെ വിഷ്ണു പ്രസാദ്, ഷനോൺ, അനുമോൾ, ജ്യോതി, സുമതി, ഷിയ, ഹക്കീം എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ കന്യകാമറിയം, പരിശുദ്ധ അൽഫോൺസാമ എന്നിവരുടെ സംയുക്ത തിരുനാൾ നവംബർ 29, 30 ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ സന്നിഹിതരായി. തിരുനാൾ ദിനമായ 30 രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിതിൻ വയലുങ്കൽ കാർമ്മികനാകും. ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി പെരുന്നാൾ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് പാട്ടുകുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ഫാദർ ജെയിംസ് ആലപ്പാട്ട് കാർമ്മികനാകും. അധികൃതരുടെ കാരുണ്യം കാത്തു കഴിയുകയാണ് പ്രായം ചെന്ന കല്ലൂർ തൈക്കാട്ടിൽ നളിനി.
നല്ലൊരു മഴ പെയ്താൽ നിലം പൊത്തുന്ന വീടിന്റെ അടുക്കള ഭാഗം ഒഴിച്ചുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളും ഇതിനകം തകർന്നു വീണു കഴിഞ്ഞു. വടക്കേകാട് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ താമസിക്കുന്ന നളിനിദാസനാണ് ദുരന്തം മുന്നിൽ കണ്ട് ജീവിതം തള്ളി നീക്കുന്നത്. വിധവയായ നളിനിയും മകനുമാണ് ഈ വീട്ടിൽ കഴിയുന്നത്. 2020-ൽ ലൈഫ് പദ്ധതിയിൽ ഭവനരഹിതർക്കുള്ള വീടിനായി അപേക്ഷ നൽകി നളിനി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം പിന്നിടുന്നു. 70 വയസ്സുള്ള ഇവർക്ക് വിധവയായതുകൊണ്ടുതന്നെ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹതയുമുണ്ട്. പക്ഷേ ഇന്നേവരെ ഇവർക്ക് വീട് ലഭിക്കുകയോ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞിരുന്നെങ്കിലും വാർഡിൽ ആകെ 3 പേർക്കാണ് വീടിന് അനുമതിയായത്. അതിൽ ഇവർ ഉൾപ്പെടുകയും ചെയ്തിട്ടില്ല. അതേസമയം 2 മാസം മുമ്പ് MLA അടക്കമുള്ളവർ നളിനിയുടെ വീട്ടിലെത്തുകയും ദുരിതാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ട് വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നളിനി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ടീം കോഴിക്കോട് NIT-യിലേക്ക് പഠനയാത്ര നടത്തി. രസതന്ത്ര വിഭാഗത്തിലെ പ്രൊഫസർ A. സുജിത്ത് സ്ഥാപനത്തിലെ വിവിധ വിഭാഗങ്ങൾ, ഗവേഷണ സാധ്യതകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രവേശന രീതി, ജോലി സാധ്യത എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകരുമായും വിദ്യാർത്ഥികൾ സംവദിച്ചു. മെറ്റീരിയൽ സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ് വിഭാഗങ്ങളിലെ ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും കുട്ടികൾ പരിചയപ്പെട്ടു. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 5 ഉപജില്ലകളിലെ USS സ്കോളർഷിപ്പ് നേടിയവരിൽ നിന്നും പരീക്ഷാഭവൻ തെരഞ്ഞെടുത്തവരിൽ ഉൾപ്പെട്ട 45 കുട്ടികളാണ് യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ MB പ്രശോഭ്, അധ്യാപകരായ ഡോക്ടർ AB ബിന്ദു, ഡോക്ടർ അഫ്സ അബ്ദുൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരളത്തിന്റെ കായിക താരങ്ങൾ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിലാണ് കേരള ടീമിന്റെ പരിശീലനം നടന്നത്. കഴിഞ്ഞ 2 വർഷവും അണ്ടർ-19 സീനിയർ വിഭാഗത്തിൽ ജേതാക്കളായ കേരളം ഹാട്രിക് കിരീടം ലക്ഷ്യമിട്ടാണ് ട്രാക്കിലിറങ്ങുന്നത്. 69-അംഗ സംഘമാണ് ഹരിയാനയിലെ ഭിവാനിയിൽ നടക്കുന്ന സീനിയർ മീറ്റിൽ പങ്കെടുക്കുക. 38 ആൺകുട്ടികളും 31 പെൺകുട്ടികളും 12-അംഗ ഒഫീഷ്യൽസും ഒപ്പമുണ്ട്. 100 മീറ്റർ ഹഡിൽസിൽ ആദിത്യ അജി, 100-200 മീറ്റർ ഓട്ടത്തിൽ ജെ നിവേദ് കൃഷ്ണ, ഹൈജമ്പിൽ ജുവൽ തോമസ്, 400 മീറ്റർ ഹഡിൽസിൽ മുഹമ്മദ് മൂസ, ഹാമർ ത്രോയിൽ പല്ലവി സന്തോഷ്, 400 മീറ്ററിൽ നവ്യ വിഷ്ണുശ്രീ തുടങ്ങി ഉറച്ച മെഡൽ പ്രതീക്ഷയുള്ള ഒരു പിടി താരങ്ങളാണ് കേരളത്തിനായി ട്രാക്കിലിറങ്ങുന്നത്. 110 മീറ്റർ ഹഡിൽസിൽ ഫസലുദ്ദീൻ ഹക്ക് റെക്കോർഡ് ലക്ഷ്യമിടുന്നു. ട്രാക്ക് ഇനങ്ങൾക്കൊപ്പം ജമ്പിലും മികച്ച പ്രകടനം പ്രതീക്ഷിക്കാമെന്ന് മുഖ്യ കോച്ച് KS അജിമോൻ പറഞ്ഞു. ഇക്കുറി സ്പ്രിന്റ് ഇനങ്ങളിൽ നല്ല പ്രകടനമുണ്ടാകും. കിരീടം നിലനിർത്താനുള്ള എല്ലാ ഒരുക്കവും നടത്തിയിട്ടുണ്ടെന്ന് അജിമോൻ പറഞ്ഞു. MLA AC മൊയ്തീൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ എന്നിവർ കായിക താരങ്ങളെ സന്ദർശിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P.I. റസിയ, ഹെഡ് മിസ്ട്രസ് PT ലില്ലി എന്നിവർ ടീമിന് ജേഴ്സികൾ കൈമാറി. കായികാധ്യാപകൻ PM ശ്രീനേഷ്, PTA പ്രസിഡന്റ് P. വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ടീം ശനിയാഴ്ച മംഗള എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ടു. തിങ്കളാഴ്ച വൈകിട്ട് ഭിവാനിയിലെത്തും. അജിമോനെ കൂടാതെ പരിശീലക സംഘത്തിൽ K. നന്ദഗോപാൽ, അരവിന്ദാക്ഷൻ, നിതീഷ് ചാക്കോ, K. സൂര്യമോൾ, K. സുരേന്ദ്രൻ എന്നിവരാണുള്ളത്. ജിക്കു സി ചെറിയാനാണ് ജനറൽ മാനേജർ. PP മുഹമ്മദ് അലി, മിനി കുമാരിയമ്മ, S. ശാന്തി, ശ്രീനേഷ്, അജു സക്കറിയ എന്നിവർ മാനേജർമാരായുണ്ട്. 2 വീതം ഡോക്ടർമാരും ഫിസിയോമാരുമുണ്ട്. കായിക താരങ്ങൾക്കാവശ്യമായ ഭക്ഷണം തയ്യാറാക്കാൻ 2 പാചകക്കാരും പോകുന്നുണ്ട്. തൃശൂർ അതിരൂപത സീനിയർ CLC-യുടെ കുടുംബ പ്രതിഷ്ഠാ പ്രയാണത്തിന് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ഇടവക സീനിയർ CLC യൂണിറ്റ് സ്വീകരണം നൽകി. പ്രസിഡന്റ് AJ സജി തിരുസ്വരൂപം ഏറ്റുവാങ്ങി. ദിവ്യബലിക്കും പ്രാർത്ഥനകൾക്കും പ്രൊമോട്ടർ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആനിമേറ്റർ മദർ ലിറ്റി ജോസഫ്, തൃശൂർ അതിരൂപത സീനിയർ CLC വൈസ് പ്രസിഡന്റ് AJ ജെയ്സൺ, ട്രഷറർ ഡെയ്സൺ എന്നിവർ സംസാരിച്ചു. ഷോർട്ട് സർക്യൂട്ട് മൂലം അഗ്നിക്കിരയായി നാശനഷ്ടങ്ങൾ സംഭവിച്ച കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മെയിൻ ഹാൾ ആധുനിക രീതിയിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. പുതുക്കി പണിത ചേംബർ ടവർ ഹാളിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് KP സാക്സൺ നിർവഹിച്ചു. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, ട്രഷറർ MK പോൾസൺ, വൈസ് പ്രസിഡന്റുമാരായ KT അബ്ദു, സുബിദാസ്, ജോയിന്റ് സെക്രട്ടറിമാരായ രാജു ചുങ്കത്ത്, AA ഹസൻ, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ജിനീഷ് തെക്കേക്കര, യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷ തുടങ്ങിയവർ പങ്കെടുത്തു.
ചൂണ്ടൽ തത്തുമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായി നടന്നു. ഞായറാഴ്ച വൈകിട്ട് 6:30 ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെയും അകമ്പടിയോടെ മരത്തംകോട് മഠപതി അയ്യപ്പൻ ജ്യോതിപ്രകാശ് മകൻ ജയദേവൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്കുപാർട്ടിയാണ് വിളക്കാഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കയ്യിലേന്തിയ താലങ്ങളുടെയും ഒടുക്കുപാട്ടിന്റെയും കാവടിയുടെയും നാദസ്വരത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പെഴുന്നള്ളിച്ചുള്ള വിളക്ക് ഘോഷയാത്ര ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രസാദകൂട്ടിന് ശേഷം വിളക്കുപന്തലിൽ ഒടുക്കുപാട്ട്, തിരിയൊഴിച്ചിൽ എന്നിവ അരങ്ങേറി. പുലർച്ചെ നടന്ന പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, വെട്ട്, തട, കനലാട്ടം തുടങ്ങിയ ആചാരപ്രകടനങ്ങളോടെ വിളക്കാഘോഷത്തിന് പരിസമാപ്തിയായി. ദേശവിളക്കിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച ക്ലാസിക് നൃത്തനൃത്യങ്ങളും വെള്ളിയാഴ്ച ഡോക്ടർ പ്രശാന്ത് വർമാജി അവതരിപ്പിച്ച മാനസജപലഹരിയും അരങ്ങേറി. കാട്ടകമ്പൽ YMCAയും കുന്നംകുളം ദയ റോയൽ ആശുപത്രിയും ചേർന്ന് അത്യാഹിത ഘട്ടങ്ങളിൽ പ്രാഥമിക പരിചരണം നടത്തേണ്ടതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. പരിരക്ഷ എന്ന പേരിൽ YMCA ഹാളിൽ നടത്തിയ ക്യാമ്പ് സബ് റീജിയൺ ചെയർമാൻ ജോൺസൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. ദയ ഹോസ്പിറ്റൽ സെൻട്രൽ ഹെഡ് സേതുരാജ്, റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ ബഷീർ, ഡോക്ടർ ഗായത്രി എന്നിവർ ക്ലാസും പരിശീലനവും നൽകി. YMCA പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, സെക്രട്ടറി അനിൽ P. മാത്യു, ട്രഷറർ തമ്പി മാസ്റ്റർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളിയിൽ നവംബർ 24-25 തീയതികളിൽ നടക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയുടെ ചരിത്ര ഫലകം വികാരി ഫാദർ TC ജേക്കബ് അനാച്ഛാദനം ചെയ്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ നവീകരിച്ച ഇടവകയുടെ നെയിം ബോർഡ്, സ്മാരക കബറിടത്തിൽ തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ള പിതാക്കന്മാരുടെ ചിത്രം എന്നിവയുടെ അനാച്ഛാദനവും നടന്നു. കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ 1816 മുതൽ നിലനിന്നിരുന്ന പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ സ്മാരക കബറിടം തകർക്കപ്പെട്ടപ്പോൾ അതിനു മുകളിലുണ്ടായിരുന്ന കുരിശ് പവിത്രമായി സൂക്ഷിക്കുകയും 1852 കിഴക്കേ അങ്ങാടിയിൽ പുത്തൻപള്ളി സ്ഥാപിച്ച് ഈ കുരിശ് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വൃശ്ചികം 12-ാം തീയതി പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ സ്മരണയിലാണ് പ്രധാന പെരുന്നാളായി ആഘോഷിക്കുന്നത്. പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെയും പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിയുടെയും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ അടക്കം ചെയ്ത സ്മാരക കബറിടം ഇതിനോടനുബന്ധിച്ച് നവീകരിക്കുകയും അതിന്റെ പ്രതിഷ്ഠ നിർവഹിക്കുകയും ചെയ്തു. നവംബർ 24-25 തീയതികളിൽ നടത്തുന്ന പെരുന്നാളിന് മദ്രാസ് ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പിലക്സിനോസ് മുഖ്യ കാർമ്മികനായിരിക്കും. തൃശൂർ 24 കേരള ബറ്റാലിയൻ വിവിധ പരിപാടികളോടെ NCC ദിനം ആഘോഷിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുൻ സൈനികനും എഴുത്തുകാരനുമായ കോവിലന്റെ കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു ദിനാഘോഷം. മുനിയറയും സമീപ പ്രദേശങ്ങളും ശുചീകരിച്ച വിദ്യാർത്ഥികൾ കോവിലൻ സ്മൃതി കുടീരത്തിലെ ചിത്രം ലേഖനം ചെയ്ത ചെമ്പോലകളും കഴുകി വൃത്തിയാക്കി. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് ഓഫീസർ മേജർ PJ സ്റ്റേജു NCC ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സുബേദാർ മേജർ കഹേന്ദർ ലിംബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നായിക് സുബേദാർ JD യാദവ് NCC ദിന സന്ദേശം നൽകി. സീനിയർ കേഡറ്റുകളായ മുഹമ്മദ് ഷംസുദ്ദീൻ, MS ആദിത്യൻ, ഗ്രേസ് ജോഷി, ശിവമല്ലി, UA കാർത്തിക്, അജ്വിൻ C. വിൻസൺ, ശ്രീനാഥൻ എന്നിവർ NCC ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബീഹാറിലെ സൈനിക ജീവിതത്തിനിടയിൽ 3 വർഷക്കാലം NCC ഇൻസ്ട്രക്ടറായും കോവിലൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനാലാണ് NCC ദിനാചരണത്തിൽ കോവിലൻ കുടീരത്തിൽ വിദ്യാർത്ഥികളെത്തി പുഷ്പാർച്ചന നടത്തിയത്. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിലെ വിശുദ്ധരുടെ തിരുനാൾ 8-ാമിടത്തോടുകൂടി സമാപിച്ചു. രാവിലെ 10 മണിക്ക് കാർമ്മികരായ ഫാദർ ഷിജോ പൊട്ടത്തുപറമ്പിൽ, ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷമായ കുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവയ്ക്ക് ശേഷം തിരുനാളിന്റെ കൊടിയിറക്കം നടത്തി. 8-ാമിടത്തിന്റെ ഭാഗമായുള്ള നേർച്ചകൂട്ടുമുണ്ടായി. ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കാട്ടകമ്പൽ YMCAയുടെ ആഭിമുഖ്യത്തിൽ ബാല ചിത്രരചനാ മത്സരം നടത്തി.
5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികളെ 4 വിഭാഗമാക്കിയാണ് മത്സരം നടത്തിയത്. പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തിലായി നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് YMCA പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, സെക്രട്ടറി അനിൽ പി മാത്യു, ട്രഷറർ തമ്പി മാസ്റ്റർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. ചരമം. കുന്നംകുളം ചെമ്മണ്ണൂർ ശ്രാമ്പിക്കൽ തുപ്രൻ മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലോചന ഭാര്യയും രേണുക, പരേതയായ ഷീല, ജിഷ, ബിനു എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ തൊഴിയൂർ കേശവൻ മകൻ സത്യൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാർഗവി ഭാര്യയും സബിത, സൗമ്യ, സജിൻ, സസ്മിത എന്നിവർ മക്കളുമാണ്. കാണിപ്പയ്യൂർ പാഴൂർ വിജയൻ നായർ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം പുന്നൂർകുളത്തെ വീട്ടുവളപ്പിൽ നടത്തി. പരേതയായ ദാക്ഷായണിയമ്മ ഭാര്യയാണ്. മണികണ്ഠൻ, ഉദയകുമാർ, പത്മജ, അശ്വതി എന്നിവർ മക്കളാണ്. കാവീട് നീലങ്കാവിൽ ലാസർ മകൻ ജേക്കബ് നിര്യാതനായി. 87 വയസ്സായിരുന്നു. ദീർഘകാലം കാവീട് ദേവാലയ ശുശ്രൂഷയായിരുന്നു പരേതൻ. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടത്തി. മേരി ഭാര്യയും പോൾസൺ, സിസിലി, ലിസി, വത്സ, ജോൺസൺ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സമർപ്പിച്ചത് 11,154 നാമനിർദ്ദേശ പത്രികകൾ. ഇവയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. നാളെ വൈകിട്ട് 3 മണിവരെ പത്രിക പിൻവലിക്കാം. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഓഫീസുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ച വിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമണം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചൊവ്വല്ലൂർ കിഴക്കേക്കുളം അബ്ദുൽ വഹാബ്. ദേശീയ സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരളത്തിന്റെ കായിക താരങ്ങൾ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു. കേരള ടീമിന്റെ പരിശീലനം നടന്നത് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സിന്തറ്റിക് ട്രാക്കിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.